കർക്കടക മാസത്തിൽ അപൂർവ രാമായണ ശേഖരവുമായി തൃശൂരിൽ ഒരുക്കിയ പ്രദർശനം ശ്രദ്ധേയം. വിവിധ ഭാഷകളിലേതടക്കം വേറിട്ട 220 രാമായണങ്ങൾ സ്വന്തമായുള്ള കണ്ണൂർ മണത്തറ പത്മനാഭനാണ് ഈ പ്രദർശനം ഒരുക്കിയത്. എങ്ങും രാമായണ ശീലുകൾ നിറയുന്ന കർക്കിടകത്തിൽ രാമായണത്തിന്റെ വേറിട്ട ശേഖരം തൃശൂരിൽ അവതരിപ്പിക്കുകയാണ് കണ്ണൂർ കൊട്ടിയൂർ സ്വദേശി പത്മനാഭൻ. ലോകത്ത് തന്നെ ഇത്രയധികം വ്യത്യസ്തങ്ങളായ രാമായണങ്ങളുടെ ശേഖരം ഒന്നിച്ച് അവതരിപ്പിക്കുന്നത് തന്നെ ആദ്യമായാണ്. രാമായണ സന്ദേശ പ്രചാരണത്തിനായി ജീവിതമൊഴിഞ്ഞു വെച്ച ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുള്ളത് 227 രാമായണങ്ങളാണ്. വിവിധ ഭാഷകളിലുള്ള വിവിധ രാമായണങ്ങൾ, ആൽബങ്ങൾ, ചാർട്ടുകൾ, താളിയോലകൾ, ഭാഷാ രാമായണങ്ങൾ തുടങ്ങി വിപുലമായ ശേഖരം തന്നെ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. രാമായണങ്ങളെ പറ്റി പഠിക്കുക, രാമായണ മഹത്വം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് കഴിഞ്ഞ ഒരു 15 വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു ദൗത്യമാണ് രാമായണം സംഘടിപ്പിക്കൽ, രാമായണം കളക്ഷൻസ്. അപ്പോൾ രാമായണത്തെപ്പറ്റി ഒരു ആദ്യമായിട്ടുള്ള ഒരു അറിവ് കിട്ടിയത് 3000-ഓളം വേർഷൻ ഉണ്ട് രാമായണത്തിൽ നിന്നാണ്. ലോകത്തിലെ പല ഭാഷകളിൽ പല രാജ്യങ്ങളിലായിട്ട് രാമായണ മഹത്വം നിരന്നു കിടക്കുകയാണ്. അപ്പോൾ കേരളത്തിലുള്ള ജനതയ്ക്ക് അല്ലെങ്കിൽ മലയാളത്തിലെ രാമായണ വായനക്കാർക്ക് ആകെ അറിയാവുന്ന ഒരു രാമായണം ആധ്യാത്മ രാമായണം മാത്രമാണ്. അതിൽ കൂടുതൽ മറ്റ് രാമായണങ്ങളുണ്ട് എന്ന് കേരളത്തിലത്തെ അറിയാത്തവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ രാമായണം കളക്ഷൻസ് തുടങ്ങിയത്. തൃശ്ശൂരിൽ സംഘടിപ്പിച്ച അയ്യാഗുരു അനുസ്മരണത്തിന്റെ ഭാഗമായിട്ടാണ് വേറിട്ട പ്രദർശനം ഒരുക്കിയത്. ആധ്യാത്മ രാമായണമാണ് നാം പൊതുവെ കാണാറുള്ളതെങ്കിലും ഈ പ്രദർശനത്തിൽ മുത്തശ്ശി രാമായണം, സമ്പൂർണ്ണ രാമായണം, വാത്മീകി രാമായണം, രാമായണ കഥാമൃതം, ആചര്യ രാമായണം, അത്ഭുത രാമായണം, വയനാടൻ രാമായണം, ഈശൽ രാമായണം, വസിഷ്ഠ രാമായണം ഇങ്ങനെ നീളുന്നു രാമായണത്തിന്റെ ശേഖരങ്ങൾ. മാപ്പിള രാമായണം ഇംഗ്ലീഷ്, തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, ഗുജറാത്തി, നേപ്പാളി ഭാഷകളിലുള്ള രാമായണ ശേഖരങ്ങളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. ജനം, തൃശൂർ.